ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപി തരാം. കാലഘട്ടങ്ങൾ 64 വർഷം തികയുന്നിപ്പം. ഈ നിമിഷം എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നുണ്ട്, അതിശയം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു പാട്ട്, എത്രയോ പാട്ടുകൾ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ അഭിനയിച്ചിട്ടുള്ളതും പാടിയിട്ടുള്ളതായിട്ട്. പക്ഷെ ഈ ഒരു പാട്ട് മാത്രം എങ്ങനെ ഇത് ഇത്രയും വൈറലായി എന്നുള്ളത് ഒരു വലിയ അതിശയമാണ്. അതെ, അതും ചേച്ചിക്ക് ഏറ്റവും വലിയ ഭാഗ്യം കൂടെ ഉള്ളത് അച്ഛനും അമ്മയും മക്കളും മക്കളുടെ അടുത്ത തലമുറയും കാണാൻ സാധിച്ചില്ലേ? അതെ 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 അതെ. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? കൊച്ചുമക്കളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ രണ്ടുപേരും അത്ര വലുതല്ല. ഒരാൾക്ക് 4 വയസ്സ്, ഒരാൾക്ക് 5 വയസ്സ്. അപ്പോൾ അവർ ടി വിയിലൊക്കെ ഇത് കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞാൻ ഇത് അമ്മമ്മയാണ് കേട്ടോ എന്ന് പറയും. പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. എത്ര പറഞ്ഞാലും അവർ ആ പടം നോക്കും, പിന്നെ എൻ്റെ മുഖത്ത് നോക്കും, പിന്നെയും നോക്കും, പിന്നെയും നോക്കും. അവര് വലുതായാലും അവർക്ക് കാണിക്കാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും കാണിക്കാൻ പറ്റും. കാലകാലങ്ങളായിട്ട് അവരുടെ കുട്ടികൾക്ക് വരെ കാണിക്കാൻ പറ്റും എന്നുള്ളതൊരു സന്തോഷമാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ ഈ ഗാനം അത്രമേൽ വൈറലാവും, അല്ലെ ആളുകൾ ഏറ്റെടുക്കും ചിന്തിച്ചിരുന്നു? ഇല്ല, ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞാൻ ഈ 9 വർഷം മുമ്പ് അത് മില്ലേനിയം ഓഡിയോസിൽ കണ്ടിട്ടുണ്ട്, ആ പാട്ടായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ അടുത്താണ് അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്രയും പോപ്പുലർ ആയത്. പല 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 വേർഷൻസ്. ഇപ്പൊ അതിന്റെ ഈ അടുത്ത് എൻ്റെ ഒരു റിലേറ്റീവ് അതിന്റെ ഒരു AI വേർഷനും കൂടി റീമിക്സ് ഇറങ്ങിയിട്ടുണ്ട്. അതെ, റീമിക്സ് ഉണ്ട്. മറ്റേ ഒരു അശ്വിൻ ഭാസ്കർ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു വലിയൊരു അതിശയം സന്തോഷം തോന്നുന്നുണ്ട്. ആദ്യം ഈ പാട്ട് വൈറലായതിനു ശേഷം ആരാ വന്ന് പറഞ്ഞത് ഞാനിത് കണ്ടു? എൻ്റെ മോളാണ് പറഞ്ഞത്. അവളൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്, ഞാൻ അത്ര ആക്റ്റീവ് അല്ല. അപ്പം എന്നോട് പറഞ്ഞു, അമ്മയുടെ ഈ പാട്ട് ഒന്നാം തരം ബലൂൺ തരാമെന്നത് ഭയങ്കര വൈറലാട്ടോ. ഓരോ ദിവസം ഓരോ ആൾക്കാർ പുതിയ 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 റീലിൽ പല ആൾക്കാർ, പല ഏജ് ഗ്രൂപ്പ് ഉള്ളവർ, കൊച്ചുകുട്ടികൾ, മുതിർന്നവർ, ചെറുപ്പക്കാരൊക്കെ ഇടുന്നുണ്ട്, പല വേർഷൻസൊക്കെ ഇടുന്നുണ്ടെന്ന്. അപ്പോൾ ചുമ്മാ അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കുറേ കണ്ടു. ആ വീഡിയോയിൽ സുന്ദരി ആയ കുഞ്ഞു കുട്ടി പോലെ തന്നെ കേട്ടോ ഇപ്പോഴും സൗന്ദര്യം. ഇപ്പം എനിക്ക് 67 വയസ്സായി. അന്ന് അഭിനയിച്ചപ്പോൾ 5 വയസ്സായിരുന്നു. 5 വയസ്സ്. ആ 5 വയസ്സിൽ നിന്ന് 67 വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും ആ വീഡിയോ കാണാനിടയായി. കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നുന്നേ. എനിക്ക് എന്നെ കാണുന്നതിനെക്കാട്ടിലും ഇത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നല്ലോ എന്ന് അറിയുമ്പോഴാണ് കൂടുതൽ സന്തോഷം. ഞാൻ കമന്റ്സ് ഒക്കെ വായിക്കും. വായിച്ച കമന്റ്സിൽ ഏറ്റവും മനസ്സിനെ സ്പർശിച്ച ഒരു കമന്റ്സ് എന്തായിരിക്കും? ഒരു ലേഡി പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇത് പാടി കൊടുത്തിട്ടുണ്ട്, അന്ന് ഓഡിയോ വന്നിട്ടില്ല. ഇപ്പൊ അവളുടെ കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ തലമുറകളായിട്ട് ഇതിനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമായി. പിന്നെ പലരും പറയുന്നുണ്ട് ചോറ് കൊടുക്കാൻ കാണിക്കുന്നുണ്ട്, പറയാറുണ്ട്. കുഞ്ഞുങ്ങൾ ബഹളം ഉണ്ടാക്കുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമല്ലേ? അതെ അതെ. ഇപ്പൊ എന്റെ സാറിന്റെ റിലേറ്റീവ് തന്നെ ഒരു കുട്ടി, കുറച്ച് വലിയ കുട്ടിയാണ്. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു, ഞാനാണ് മേമയാണ് ഇതിൽ അഭിനയിച്ചെന്ന് പറഞ്ഞപ്പോ കുറെ നേരം നോക്കിയിട്ട് പിന്നെ എന്നെ എപ്പോ കണ്ടാലും ബലൂൺ ബലൂൺ ബലൂൺ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് വഴിയേ തരും. അതോടൊപ്പം ആ ഒരു സീനില് ഓരോരുത്തരും ഓരോ ജീവനുണ്ട്. ഇപ്പം PP ആയാലും ബലൂൺ ആയാലും ആ കുതിരയ്ക്ക് ഇത്രമേൽ ഒരു ഹൈലൈറ്റ് ആളുകൾ പറയാൻ എന്തായിരിക്കും കാര്യം? എനിക്കത് സാധാരണ നമ്മൾ ഈ വുഡൻ കുതിരയുടെ മുകളിലിരിക്കുമ്പോൾ നമ്മളതിലിരുന്നിട്ട് നമ്മൾ മൂവ് ചെയ്യാന്നല്ലാതെ അതങ്ങനെ മുമ്പോട്ട് പോവില്ല. ഇതങ്ങനെയല്ല, ഇത് ഫോർവേഡ് ആയിട്ട് പോകും. അതെന്താണ് എൻ്റെ മെക്കാനിക്സ് എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കുതിരയാണ്. ഇപ്പൊ നഴ്സറീസിലൊക്കെ പോകുമ്പോൾ കുതിരയുണ്ട്, അത് ചുമ്മാ അല്ലാതെ ഇത് അനുഭവത്തിൽ കയറി കഴിഞ്ഞ് വല്ല കീ കൊടുക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് ഇങ്ങനെ പോകും. ഞാനത് ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ കുറേ പ്രാവശ്യം ആ കുതിരയിൽ കുറേ കളിച്ചിട്ടാണ് പിന്നെ ഈ ഷോട്ട് എടുത്തത്. തിരിച്ചു കൊടുക്കാൻ തോന്നിയോ? ചെറിയ മനസ്സില്ലായിരുന്നു. ശരിക്കും കാലഘട്ടങ്ങൾ മാറുമ്പോൾ ടെക്നോളജികൾ മാറും. ശരിക്കും ഇന്ന് 2025 വർഷത്തിൽ പഴയ കാലഘട്ടത്തോട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാലഘട്ടത്തൊക്കെ ആ കുതിരയെ അങ്ങനെ ചെയ്യുവാന്ന് വെച്ചാൽ വലിയൊരു കഴിവ് തന്നെ. പിന്നെ തീർച്ചയായിട്ടും അത് അവര് ഉണ്ടാക്കിച്ചതാണോ മേടിച്ചതാണോ എന്നറിയില്ല. പക്ഷെ പിന്നെ ഞാൻ അതിനെപ്പറ്റി മറന്നുപോയി. ഇപ്പോഴും അവിടെയെങ്കിലും അവരുടെ പറയ സ്റ്റോർ റൂമിന്റെ പ്രോപ്പർട്ടി ഹൗസിൽ അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മെർലാൻഡ് സ്റ്റുഡിയോ എന്നാണ് അത് ചെയ്തത്. ഇപ്പൊ ചേച്ചിയുടെ ഈ വീഡിയോ വൈറലായതിനു ശേഷം ചേച്ചിയെ പറ്റി ഒരുപാട് ആളുകൾ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആദ്യ സിനിമയല്ല, എത്ര സിനിമകളും അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ 16 സിനിമ അഭിനയിച്ചു. ബാലതാരമായിട്ട് ഒരു 15 എണ്ണം, പിന്നെ വലിയ പെൺകുട്ടിയായിട്ട് ദേവി കന്യാകുമാരി. എനിക്കൊന്ന് ഈ സത്യൻ മാഷിന്റെ കൂടെ ആയിരിക്കും കൂടുതൽ ബാലതാരമായിട്ട് അഭിനയിച്ചത്. അതെ, അദ്ദേഹം മിക്ക സിനിമയിലെ എൻ്റെ അച്ഛൻ സത്യൻ അങ്കിളായിരുന്നു. ഈ സത്യമാഷിനെ പറ്റി പറയുമ്പോൾ സത്യമാഷിന്റെ കൂടെ മിക്ക സിനിമകളിലും ബാലതാരമായിട്ട് ചേച്ചി അഭിനയിക്കുന്ന സമയത്ത് ഒരു പത്ര എഴുത്തിൽ ഞാൻ കുറിപ്പിൽ കണ്ടതാണ്, സത്യമാഷിന് വിടാൻ തോന്നിയില്ലെന്ന്. അതെ, അതെന്തായിരുന്നു കഥ? അതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പെൺമക്കളില്ല, 3 ആൺമക്കളാണ്.
അപ്പോൾ എന്നോട് വലിയ വാത്സല്യത്തിൽ മിക്ക സിനിമയിലും ഒരുമിച്ചാണല്ലോ അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷോട്ടിലുള്ളപ്പോഴും സീനിന് പുറത്തുമൊക്കെ എന്നെ അച്ചാന്നാണ് വിളിപ്പിക്കുക. അപ്പോൾ എനിക്കും ഭയങ്കര ഒരു അടുപ്പമായിരുന്നു. ഈ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ഇരുന്ന് കഥ പറഞ്ഞിരിക്കും, തമാശ പറയും, കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കമലഹാസന്റെ മലയാളത്തിലെ ആദ്യ നായികയായിരുന്നോ? നായികയല്ല, ഞാൻ കമൽഹാസന്റെ യങ് സിസ്റ്ററായിട്ട് അഭിനയിച്ചു. ഞങ്ങൾ രണ്ടുപേരും കുട്ടികളായിട്ടാണ് ആ സിനിമയിൽ. അപ്പോൾ അതിൽ കണ്ണും കേരളം എന്ന സിനിമ KS സേതുമാധവൻ്റെ, അതിൽ കമൽഹാസന്റെ അനിയത്തി ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അതിന് മുമ്പ് തന്നെ കമൽഹാസന്റെ ചെറുപ്പമായിട്ടും ഞാൻ അഭിനയിച്ചു. അതായത് ആണിന്റെ റോളും ചെയ്തു, പെണ്ണിന്റെ റോളും ചെയ്തു. ഈ ആണിന്റെ റോളാണ് മിക്കതും ചെയ്യുന്നത്. മിക്കതും ആണിന്റെ റോള് തേടി വരാനുള്ള കാരണം എന്തുവായിരുന്നു? എനിക്കത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. കാരണം 51 മറ്റേ ജീവിത നൗക, അതൊരു ആൺകുട്ടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നീലക്കുയിലും മറ്റേ ബിപിൻ ക്യാമറാമാൻ ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ, അദ്ദേഹം വിപിൻ മോഹൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി 60-ന് ശേഷം അധികം ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം കമൽഹാസൻ തന്നെ വന്നത്. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല. ഇനി എൻ്റെ ബോഡി ലാംഗ്വേജ് അതിന് ചേരുന്നതായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ ചെയ്തത് ആൺവേഷം തന്നെയാണ്. ഈ സിനിമയിൽ എനിക്ക് വരണം, അഭിനയിക്കണം, എനിക്ക് ഫെയിം ആവണം എന്നൊരു ആഗ്രഹത്തോട് ഉദ്ദേശത്തോടെ വന്നതായിരുന്നു? അല്ല. അതെന്തായിരുന്നു? ഞാൻ 3.5 വയസ്സിലാണ് സിനിമയിൽ കയറിയത്. 3.5 വയസ്സിൽ ഭക്തകുചേല എന്ന സിനിമയിലാണ് വന്നത്. അതിൽ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, വിലാസിനി ചേച്ചി. ശരിക്കും പറഞ്ഞാൽ ചേച്ചി എനിക്ക് മുമ്പേ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി. ചേച്ചിയുടെ ആഗ്രഹം സിനിമ നടിയാണോ? അല്ലല്ല, ചേച്ചി ഇതുപോലെ ഒരു ചാൻസ് കിട്ടിയിട്ടാണ് അഭിനയിച്ചത്. അതെനിക്ക് കൃത്യം അറിയില്ല. ഇതിന് മുമ്പ് ഭക്തകുചേലയ്ക്ക് മുമ്പ് ചേച്ചി ലില്ലി എന്ന സിനിമ അഭിനയിച്ചിട്ടുണ്ട്, പ്രേം നസീറൊക്കെയുള്ള സിനിമ, പഴയ സിനിമ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈല മജ്നു, പഴയ ലൈല മജ്നു, അതിൽ കൊച്ചു ലൈലയായിട്ട് അഭിനയിച്ചു. പിന്നീടാണ് ഈ ഭക്തകുചേല ചേച്ചി കൃഷ്ണനായിട്ട് അഭിനയിച്ചത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ പി സുബ്രഹ്മണ്യം, അതിൻ്റെ ഡയറക്ടർ എൻ്റെ അച്ഛൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അപ്പം അങ്ങനെ ചേച്ചിയെ വിളിച്ച് ചേച്ചി അഭിനയിച്ചു. അപ്പോൾ ചേച്ചി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാനും കൂടെ പോകും. ഞാൻ ചെറിയ കുട്ടിയാണല്ലോ, അമ്മ കൂടെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് ഈ പൂതനയുടെ ഒരു സീനുണ്ട്, ഈ പൂതനയുടെ രൗദ്രവേഷം. അപ്പോൾ കുറേ കുഞ്ഞുങ്ങളെ ഈ ഓഡിഷന് കൊണ്ടുവരുമ്പോൾ അതുവരെയൊക്കെ പിള്ളേർ ചിരിച്ചൊക്കെ ഇരിക്കും. പക്ഷെ ആ രൗദ്രവേഷം കാണുമ്പോൾ ദംഷ്ട്രപ്പല്ലും ആ അലറലൊക്കെ കാണുമ്പോൾ പേടിച്ച് കരയാൻ തുടങ്ങും. അപ്പോൾ അതിൽ പൂതനയുടെ വേഷം ചെയ്തത് എൻ്റെ അച്ഛനാണ്, ഗുരു ഗോപിനാഥ്. അപ്പോൾ അച്ഛനും കൂടി ആയതുകൊണ്ട് ഒരു കംഫർട്ട്. അപ്പോൾ അദ്ദേഹം ഡയറക്ടർ പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്ത് വിടാന്ന് വെച്ചാൽ അങ്ങനെ കൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടിച്ച് സ്ക്രീൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ സിനിമയിൽ കയറിയതാണ്. അങ്ങനെയാണ് സിനിമയിലോട്ട് കയറുന്നത്. പിന്നീട് ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? കുറച്ചു കാലം സിനിമ അഭിനയിച്ചു, ഒരു 64-65 വരെയൊക്കെ അഭിനയിച്ചു. പിന്നെ നിർത്തിവെച്ചു. കാരണം അല്ല, കുറച്ചുകൂടെ വലിയ കുട്ടിയായി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന രീതിയിൽ തന്നെ പാരൻസിനും എനിക്കും താല്പര്യമല്ലേ. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഈ ദേവി കന്യാകുമാരി അഭിനയിച്ചത്. അതും പി സുബ്രഹ്മണ്യത്തിൻ്റെ സിനിമയായിരുന്നു. ഇതേപോലെ അങ്ങേർക്കൊരു സഹായം ചെയ്യുന്നതുകൊണ്ട് മാത്രം ചെയ്തതാണ്, അല്ലാതെ ഇഷ്ടമായിട്ട് ചെയ്തതല്ല. അങ്ങേരെ അച്ഛൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അപ്പം അങ്ങേരെ ദേവി കന്യാകുമാരി ദേവിയായിട്ട് കാസ്റ്റ് ചെയ്ത ലക്ഷ്മിയായിരുന്നു. അപ്പം ലക്ഷ്മിക്ക് ആ സമയത്ത് എന്തോ അസുഖം വന്നിട്ട് അവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം അച്ഛനെ കാണാനോട് വന്നു. അപ്പോൾ എന്നെ കണ്ടു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ്, ചെറിയ കുട്ടിയായ ഞാൻ വലുതായിരുന്നു. അപ്പോൾ ഒരു 16-17 വയസ്സ്. അപ്പോൾ പറഞ്ഞു വിനോദിനി ഒന്ന് വിട്ട് തരാമോ ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം അച്ഛൻ്റെ വലിയ ആളായതുകൊണ്ട് അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം, സൗഹൃദം ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് മാത്രം. ഒരുപക്ഷെ വിനോദിനി എന്ന ചേച്ചി അന്ന് ബ്രേക്ക് എടുക്കാതെ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് യാത്ര ചെയ്തിരുന്നെങ്കിൽ ഒരു അമ്മയായിട്ടോ ഒരു നല്ല അറിയപ്പെടുന്ന നടിയായിട്ട് മാറത്തില്ലായിരുന്നു? അല്ല, ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ സിനിമ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഇപ്പം ഞാൻ അഭിനയം കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഈ ആരുടെ ലെവലിലെത്തുമായിരുന്നു, ഇപ്പം അഭിനയിക്കുന്ന ആരുടെ ലെവലിലെത്തുമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു പക്ഷെ അങ്ങനെ ചിന്തിക്കും, ആരുടെ ഒരു ലെവലിലെത്തുമായിരിക്കും. ഇപ്പോൾ എന്താ പറയണ്ടേ, നമ്മുടെ മാലാപാർവതിയോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ പ്രായമുള്ള, മാലാപാർവതി എന്നെക്കാട്ടിലും പ്രായം കുറവാണ്, കുറച്ചുകൂടെ പ്രായമുള്ളവരായിട്ടോ ഒക്കെ അഭിനയിക്കാൻ ആ ലെവലിലെത്തുമായിരുന്നു എന്ന് വിചാരിക്കണം. ഇവിടെ എൻ്റെ അടുത്ത് ഇരിക്കുമ്പം ശരിക്കും ചേച്ചിയെ കാണുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു ആഗ്രഹം എന്താ അറിയോ, അന്ന് സിനിമയിൽ നിർത്താതെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ മോഹൻലാലിന്റെ അമ്മയായിട്ടോ മമ്മൂക്കിയുടെ അമ്മയായിട്ടോ ഒക്കെ നിൽക്കായിരുന്നു. ആയിരുന്നു.